ഖുർആൻ ക്ലാസ്സിൽ അൽ ബഖറ സൂറത്തിലെ 190 മുതൽ 194 വരെയുള്ള 5 വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് കഴിഞ്ഞ 3 വീഡിയോകളും നമ്മൾ ചെയ്തത്. സുദീർഘമായി ഈ ഒരു വാക്യങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടി വന്നത് ചരിത്രത്തിൽ ഒരു വലിയ ഗ്യാപ്പ് വന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ പ്രവാചകൻ്റെ മദീന ജീവിതത്തിലെ ഹിജ്റ 2 മുതൽ ഹിജ്റ 7 വരെയുള്ള ആ കാലത്തെ സംഭവബഹുലമായ ചരിത്രം ചുരുക്കി പറഞ്ഞുകൊണ്ട് മാത്രമേ നമുക്ക് ഈ വാക്യങ്ങളുടെ സന്ദർഭവും സാഹചര്യവും വ്യാഖ്യാനങ്ങളും ഒക്കെ വിശദീകരിക്കാൻ കഴിയൂ എന്നതുകൊണ്ടാണ് ഇത്രയും വിശദമായിട്ട് 3 ക്ലാസ്സുകളിലായിട്ട് ഈ വാക്യങ്ങൾക്ക് അനുബന്ധമായി നമ്മൾ സംസാരിച്ചത്. ഇനി 195 മുതലുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത്. 195-ാമത്തെ വാക്യം: നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവ് ചെയ്യുക, സ്വന്തം കൈകളെ നാശത്തിലേക്ക് എറിഞ്ഞു കളയരുത്, നിങ്ങൾ നന്മ ചെയ്യുക, നിശ്ചയമായും നന്മ ചെയ്യുന്നവരെ അള്ളാഹു സ്നേഹിക്കുന്നതാണ്. ഇങ്ങനൊരു വാക്യം അവതരിപ്പിക്കാൻ ഇടയായ സാഹചര്യം എന്താണ്, അതിൻ്റെ സന്ദർഭം എന്താണ് എന്ന് വ്യാഖ്യാനങ്ങളിൽ കാണാം. നമ്മൾ വിശദീകരിച്ച ചരിത്രമനുസരിച്ച് ഒരുപാട് ഗോത്രങ്ങളെ കീഴടക്കുകയും അവരുടെ സമ്പത്ത് കൊള്ളയടിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് മദീനയിലുണ്ടായിരുന്ന മുസ്ലിങ്ങളുടെ സമ്പത്ത് വളരെയധികം വർദ്ധിക്കുകയും അവരുടെ ജീവിത സാഹചര്യങ്ങൾ ഒരുപാട് മാറുകയും ചെയ്തു. അങ്ങനെ സമ്പത്ത് നേടി അഭിവൃദ്ധി നേടിയ ഒരു സാഹചര്യത്തിൽ ഇനിയും നമ്മളിങ്ങനെ കൊള്ളയടിക്കാനും യുദ്ധം ചെയ്യാനും പോകേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരിൽ സംശയമുണ്ടായി. പ്രത്യേകിച്ച് അൻസാറുകൾക്കാണ് അത്തരം സംശയങ്ങൾ ഉണ്ടായത്. അതിന് വേറെയും കാരണങ്ങളുണ്ട്. കാരണം മുഹമ്മദ് കൂടുതൽ ശക്തനായതോടുകൂടി, കൂടുതൽ സമ്പത്ത് വന്നതോടുകൂടി അൻസാറുകളുമായിട്ടുണ്ടായിരുന്ന കരാറൊക്കെ ലംഘിച്ചു തുടങ്ങുകയും മുഹമ്മദിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരികയും ചെയ്തതോടുകൂടി അൻസാറുകൾക്കും നീരസം വന്നു തുടങ്ങി. അങ്ങനെ അൻസാറുകളായ ചില ആളുകൾ ഇനി നമ്മൾ എന്തിനാണ് യുദ്ധത്തിനും മറ്റു അക്രമത്തിനും പോകുന്നത്, നമുക്കിപ്പോൾ ആവശ്യത്തിന് സ്വത്തും കാര്യങ്ങളൊക്കെ ആയല്ലോ, ഇനി നമ്മൾ നമ്മുടെ സ്വത്തുക്കളും നമ്മുടെ കുട്ടികളെയും കുടുംബങ്ങളെയൊക്കെ നോക്കി ഇവിടെ സമാധാനമായിട്ട് കഴിഞ്ഞാൽ പോരേ എന്ന അഭിപ്രായം പറഞ്ഞു തുടങ്ങി. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഈ ആയത്ത് വരുന്നത്: നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവ് ചെയ്യുക, സ്വന്തം കൈകളെ നാശത്തിലേക്ക് എറിഞ്ഞു കളയരുത് എന്ന്. യുദ്ധത്തിന് പോകാനുള്ള ആരോഗ്യമില്ലാത്ത ആളുകൾ അവരുടെ സമ്പത്ത് യുദ്ധത്തിനായിട്ട് കൊടുക്കേണ്ടിയിരുന്നു. അങ്ങനെയുള്ള ആളുകളാണ് ഇനിയും ഈ സമ്പത്തൊക്കെ കൊടുത്തിട്ടും നമ്മുടെ ചെറുപ്പക്കാരെ കൊലക്ക് കൊടുത്തിട്ടും ഇനി അക്രമത്തിന് പോകേണ്ടതുണ്ടോ എന്ന സംശയം ഉന്നയിച്ചത്. അപ്പോഴാണ് നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ ചെലവഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ടും സ്വന്തം കൈകളെ നിങ്ങൾ നാശത്തിലേക്ക് എറിഞ്ഞു കളയരുത് എന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടുമുള്ള ഈ ആയത്ത് വന്നത് എന്നാണ് ഇതിൻ്റെ സന്ദർഭ വിവരണങ്ങളിൽ കാണുന്നത്. ഇബ്നു കസീറിൻ്റെ തഫ്സീറിൽ തന്നെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. വാഹിദിയുടെ തഫ്സീറിലും ഇത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വെൻ ഇസ്ലാം ബിക്കെയിം സ്ട്രോങ്, വി ദ അൻസാർ മെറ്റ് ആൻഡ് സെഡ് ടു ഈച്ച് അതർ, Allah has honored us by being the companion of his prophet and in supporting him until Islam became victorious and its following increased. We had before ignored the needs of our families, estates and children. Warfare has ceased. So let us go back to our families and children and attend to them. So this ayah was revealed about us. ഇത് അൻസാറുകളിൽ ചിലർ പറഞ്ഞതായിട്ടാണ് ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളത്. വാഹിദിയുടെ തഫ്സീറിൽ ഇങ്ങനെ വായിക്കാം: The helpers used to give to charity and feed others as much as Allah willed. But they stopped this when they were hit by a drought. And so Allah revealed this verse. ഒരു ക്ഷാമം ഉണ്ടായ സമയത്ത് അവർ ഈ യുദ്ധത്തിനും ചാരിറ്റിക്കുമൊക്കെ പൈസ കൊടുക്കുന്നത് അല്ലെങ്കിൽ സമ്പത്ത് കൊടുക്കുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചു. ആ സന്ദർഭത്തിൽ അതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഈ ആയത്തിറങ്ങിയത് എന്നും, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചില അൻസാറുകൾ ഇനി നമ്മൾ എന്തിനാണ് ഇതിനൊക്കെ പോകുന്നത്, നമുക്ക് ആവശ്യത്തിനായില്ലേ എന്ന രീതിയിൽ സംസാരിച്ചു. ആ സമയത്താണ് ഇത് അവതരിച്ചത് എന്നൊക്കെ സന്ദർഭ വിവരണങ്ങൾ നമുക്ക് തഫ്സീറുകളിൽ കാണാം. എന്തായാലും മദീനക്കാർക്കും മുഹമ്മദിൻ്റെ കൂടെ ഉള്ളവർക്കും യുദ്ധവും അക്രമവും കൊള്ളയും ഒക്കെ മടുത്തു തുടങ്ങിയിരുന്നു. അവർക്ക് ആവശ്യത്തിന് സമ്പത്ത് കിട്ടിയപ്പോൾ അവർ സമാധാനം ആഗ്രഹിച്ചിരുന്നു എന്നും, എന്നാൽ മുഹമ്മദിൻ്റെ ആർത്തി തീർന്നിരുന്നില്ല. മുഹമ്മദിന് രാഷ്ട്രീയമായിട്ടും സാമ്പത്തികമായിട്ടും ഇനിയും പലതും നേടാനുണ്ടായിരുന്നു. ഒരു സാമ്രാജ്യം തന്നെ പണിയുകയും ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെയും തൻ്റെ കീഴിൽ കൊണ്ടുവരികയും അവിടുത്തെ മുഴുവൻ സമ്പത്തും തൻ്റെ അധീനതയിൽ എത്തിക്കുകയും ചെയ്യുക എന്ന ആർത്തി മുഹമ്മദിനുണ്ടായിരുന്നു.
അപ്പോൾ മുഹമ്മദിൻ്റെ ആർത്തിക്കനുസരിച്ചാണ് മുഹമ്മദ് അനുയായികളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിച്ചിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആയത്ത് അവതരിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾ നന്മ ചെയ്യുക, നിശ്ചയമായും നന്മ ചെയ്യുന്നവരെ അള്ളാഹു സ്നേഹിക്കുന്നതാണ്. നന്മ ചെയ്യുക എന്ന് ഖുർആനിൽ മുഹമ്മദ് പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ വാളും കൊണ്ട് എൻ്റെ കൂടെ വരിക, കൊള്ളയടിക്കാനും വെട്ടിപ്പിടിക്കാനും കൂട്ടുനിൽക്കുക എന്നത് തന്നെയാണ്. ഇസ്ലാമിലെ ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് യുദ്ധം ചെയ്യുക, യുദ്ധം ചെയ്ത് മരിക്കുക, അങ്ങനെ മരിച്ചാൽ കിട്ടുന്ന പുണ്യമാണ് ഏറ്റവും വലിയ പുണ്യം എന്നാണ് ഈ മതം പഠിപ്പിച്ചിട്ടുള്ളത്. 196 നിങ്ങൾ ഹജ്ജും ഉംറയും അള്ളാഹുവിനായി പൂർണ്ണമായ നിലക്ക് നിർവഹിക്കുക. എന്നാൽ ഭയപ്പെട്ടാൽ സൗകര്യമുള്ള ബലിമൃഗം അതിൻ്റെ സ്ഥാനത്ത് എത്തുന്നതുവരെ നിങ്ങളുടെ തലമുടി എടുക്കരുത്. ഇനി നിങ്ങളിൽ ആരെങ്കിലും രോഗിയോ തലയിൽ വല്ല പീഡയുമുള്ളവനോ ആയിരുന്നാൽ നോമ്പോ ദാനമോ ബലിയോ ഏതെങ്കിലും ഒരു പ്രായശ്ചിത്തം. ഇതാണ് അടുത്ത വാക്യം. ഇതിൻ്റെ സന്ദർഭം പറയുന്നത് ഉംറയ്ക്ക് പോയ അതുമായി ബന്ധപ്പെട്ട് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഉംറ ചെയ്യാൻ ഇഹ്റാം കെട്ടി അതിനുവേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന സമയത്തുണ്ടായ ചില പ്രശ്നങ്ങളെ മുൻനിർത്തിയാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്നാണ്. അതിലൊരു പ്രശ്നം, ഒരാളുടെ തല നിറയെ പേനുള്ളതായിട്ട് മുഹമ്മദ് കണ്ടു. അയാളുടെ തലയിലും കണ്ണിൻ്റെ പുരികത്തിലും മുഖത്താകെയും പേനരിക്കുന്നത് കണ്ടപ്പോൾ അയാളുടെ മുടി മൊട്ടയടിച്ചിട്ട് അയാളുടെ പേന് കളയണം എന്ന് തോന്നി. അപ്പോൾ അയാളോട് പോയിട്ട് മുടി വെട്ടാൻ പറഞ്ഞു. കാരണം ഹജ്ജിന് ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ ചടങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഈ മുടി കളച്ചിൽ. അതിന് മുമ്പ് തന്നെ മുടി കളയാനുള്ള അനുവാദം കൊടുക്കുകയാണ് ഈ തലയിൽ പേനുള്ള ആൾക്ക്. അതിന് വേണ്ടിയിട്ട് ഇറക്കിയ ആയത്താണ് ഇത് എന്നാണ്. അങ്ങനെ ചടങ്ങിന് വിരുദ്ധമായിട്ട് നിവൃത്തിയില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നാൽ ആ ചെയ്യുന്നതിന് പ്രായശ്ചിത്തമായിട്ട് ബലി നടത്തുകയോ അല്ലെങ്കിൽ നോമ്പെടുക്കുകയോ അതല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുകയോ, ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു പ്രായശ്ചിത്ത നടപടി ചെയ്യണം എന്നാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത്. മുഹമ്മദ് പേനുള്ള ആളോടും അതുതന്നെയാണ് നിർദ്ദേശിച്ചത്. പോയിട്ട് മുടി കളഞ്ഞോ, എന്നിട്ട് അതിന് പ്രായശ്ചിത്തമായിട്ട് നിനക്ക് പറ്റുമെങ്കിൽ ഒരു ആടിനെ അല്ലെങ്കിൽ ഒരു പശുവിനെ അറുക്കുക, അതിന് പറ്റിയില്ലെങ്കിൽ നീ 3 ദിവസം നോമ്പെടുക്കുക, അതിനും പറ്റിയില്ലെങ്കിൽ നീ 6 പേർക്ക് ഭക്ഷണം കൊടുക്കുക എന്നാണ് മുഹമ്മദ് നിർദ്ദേശിച്ചത് എന്ന് ഇതിൻ്റെ സബബുൻ നുസൂലിൽ പറയുന്നു. ലൈസ് ഗോട്ട് മൈ ഹെഡ്, ബേർഡ്, മൊസ്റ്റേക്ക് ആൻഡ് ഈവൻ ടു മൈ ഐബ്രോസ്. ഐ മെൻഷൻ ദിസ് ടു ദ പ്രോഫറ്റ് ആൻഡ് ഹീ സെഡ്, ഐ ഡിഡ് നോട്ട് നോ ദാറ്റ് യു വർ സഫറിങ് ദിസ് മച്ച്. കാൾ ഫോർ ദി ബാർബർ. ദ ബാർബർ കെയിം ആൻഡ് ഷേവ്ഡ് മൈ ഹെഡ് ഓഫ്. ദ പ്രോഫറ്റ് ദെൻ സെഡ് ടു മീ, can you afford to offer a sacrifice? I said no. He said, in that case fast for 3 days or feed the equivalent of 3 measures to 6 poor people. And so this verse was revealed specifically about me but applied to all people in general എന്ന് ആ വ്യക്തി പറഞ്ഞതായിട്ടാണ് വാഹിദിയുടെ തഫ്സീറിൽ ഉദ്ധരിച്ചിട്ടുള്ളത്. കഅബ് ഇബ്നു ഉജ്റ എന്നാണ് ആ തലയിൽ പേൻ നിറഞ്ഞ വ്യക്തിയുടെ പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മുഹമ്മദിൻ്റെ കൂടെ ഉംറക്ക് മക്കയിലേക്ക് പോയ സന്ദർഭത്തിലും കൂടെ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിലുമൊക്കെ ഉണ്ടാകുന്ന ഓരോ വ്യക്തികളെ സംബന്ധിച്ചും മറ്റും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് അപ്പോൾ മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നതാണ് വെളിപാടിൻ്റെ രൂപത്തിൽ അള്ളാൻ്റെ വാക്യങ്ങളായിട്ട് പറഞ്ഞു പോയിട്ടുള്ളത്. ഈ വാക്യങ്ങളൊക്കെ സ്വതന്ത്രമായിട്ട് നമ്മൾ ഈ ഖുർആനിൽ മാത്രം വായിച്ചു കഴിഞ്ഞാൽ എന്താണിത് സംഭവമെന്നോ എന്തിനു വേണ്ടി പറഞ്ഞതാണെന്നോ ആരോട് പറഞ്ഞതാണെന്നോ ഒന്നും നമുക്ക് വ്യക്തമാവില്ല. ഖുർആൻ മാത്രം വായിച്ചു കഴിഞ്ഞാൽ ഒരാശയവും ഒരാൾക്കും പിടികിട്ടില്ല. ഇതിൻ്റെ ഒക്കെ സന്ദർഭം തിരഞ്ഞ് നമ്മൾ ഇതിൻ്റെ വ്യാഖ്യാന പുസ്തകങ്ങളിലും ഇതിൻ്റെ സബബുൻ നുസൂൽ തിരഞ്ഞും ഒക്കെ നമ്മൾ പോകണം. ഇങ്ങനെയാണോ ഒരു ദൈവം ഒരു വേദഗ്രന്ഥം മനുഷ്യർക്ക് കൊടുത്തയക്കുക? ഇത് കാലാകാലത്തേക്കുള്ള പുസ്തകമാണെന്നാണ് പറയുന്നത്. കാലാകാലത്തേക്കുള്ള പുസ്തകമാണെങ്കിൽ ഇതിൻ്റെ സന്ദർഭവും സാഹചര്യവും ചരിത്രവും അറിയാത്ത ഒരാൾക്ക് ഇത് വായിക്കാൻ പറ്റുമോ? സന്ദർഭവും സാഹചര്യവും ചരിത്രമൊക്കെ പുസ്തകം നോക്കി വായിച്ച ആളുകൾക്ക് പോലും ഇതൊന്നും വായിച്ചാൽ മനസ്സിലാവില്ല. മുഹമ്മദിൻ്റെ കൂടെ അന്ന് ഉണ്ടായിരുന്ന ആളുകൾക്ക് ഇതെല്ലാം ഈ സാഹചര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവിടെ ജീവിച്ചിരുന്ന മുഹമ്മദിൻ്റെ സന്തത സഹചാരികളായിരുന്ന ആളുകൾക്ക് മാത്രമേ ആ സമയത്ത് മുഹമ്മദ് എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലായിട്ടുള്ളൂ. പിന്നീട് ഇത് രേഖപ്പെടുത്തി വെക്കുകയും ഇതിൻ്റെ ചരിത്രവും സന്ദർഭമൊക്കെ വളരെ വ്യത്യസ്തമായ രീതിയിൽ പരസ്പര വിരുദ്ധമായിട്ടൊക്കെ രേഖപ്പെടുത്തി വെക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നൂറ്റാണ്ടുകൾക്ക് ശേഷം രചിക്കപ്പെട്ട ഈ ചരിത്ര ഗ്രന്ഥങ്ങളോ അല്ലെങ്കിൽ ഈ വ്യാഖ്യാന ഗ്രന്ഥങ്ങളോ ഈ ഖുർആനോ വായിച്ചു കഴിഞ്ഞാലും
കൃത്യമായ ഒരു ആശയം ഒരാൾക്കും ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഓരോ വാക്യത്തെക്കുറിച്ചും വളരെ വ്യത്യസ്തമായിട്ടുള്ള പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് വ്യാഖ്യാതാക്കൾ തന്നെ തർക്കിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ ഒരാശയം, ഒരാചാരമോ ഒരനുഷ്ഠാനമോ ഒരു നിയമമോ അല്ലെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ ഒരു വ്യക്തതയോടുകൂടിയല്ല പറഞ്ഞിട്ടുള്ളത്. എല്ലാത്തിനെക്കുറിച്ചും അഭിപ്രായ വ്യത്യാസങ്ങളാണുള്ളത്. ഈ പറയുന്ന വാക്യങ്ങൾക്കൊക്കെ നിരവധി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഞാനതൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് അടുത്ത കാലത്തൊന്നും തീരുവില്ല. അതുകൊണ്ടാണ് ഞാൻ അതിലേക്കൊന്നും കടക്കാത്തത്. ഇബ്നു കസീറിൻ്റെ ഒക്കെ തഫ്സീറിൽ ഓരോ വാക്യത്തെക്കുറിച്ചും നിരവധി അഭിപ്രായ വ്യത്യാസങ്ങളും സന്ദർഭ വ്യത്യാസങ്ങളും ഒക്കെ വിവരിച്ചു പോയിട്ടുണ്ട്. അതേ വാക്യം തന്നെ തുടരുകയാണ്. എന്നാൽ നിങ്ങൾ നിർഭയരായിരിക്കുകയും എന്നിട്ട് ആരെങ്കിലും ഉംറ നിർവഹിച്ച് ഹജ്ജ് വരെ സുഖമെടുക്കുകയും ചെയ്താൽ സൗകര്യമുള്ള ബലിമൃഗം, ഇനി ബലിമൃഗം കിട്ടാത്ത പക്ഷം ഹജ്ജിൽ 3 ദിവസം, മടങ്ങിയെത്തിയാൽ 7 ദിവസവും നോമ്പനുഷ്ഠിക്കുക. അങ്ങനെ അത് തികഞ്ഞ 10 ദിവസമാകുന്നു. കുടുംബം പരിശുദ്ധ പള്ളിയുടെ പരിസരവാസികൾ ആയിട്ടില്ലാത്തവർക്കാണ് ഇത്. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അവൻ കഠിനമായി ശിക്ഷിക്കുന്നവൻ തന്നെയാണെന്നറിയുകയും ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ് നിർദ്ദേശിക്കുന്നത് എന്നും യാതൊരു വ്യക്തതയും ഇല്ലാത്തതുകൊണ്ട് പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞതായിട്ടാണ് കാണുന്നത്. ഇവിടെ 10 ദിവസം നോമ്പെടുക്കാൻ പറയുന്നു, 7 ദിവസം നോമ്പെടുക്കാൻ പറയുന്നു, 6 ദിവസം എടുക്കാൻ പറയുന്നു. ഈ പള്ളിയുടെ പരിസരത്തുള്ളവർക്ക് ഇത് ബാധകമല്ല എന്ന് പറയുന്നു, പരിസരത്തില്ലാത്തവർക്കാണ് ബാധകം എന്ന് പറയുന്നു. ഇങ്ങനെ ഒരു വ്യക്തതയും ഇല്ലാതെ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോയതാണ്. ഇതൊക്കെ ആ സന്ദർഭത്തിൽ മുഹമ്മദിൻ്റെ മുമ്പിൽ വന്ന ഓരോ പ്രശ്നങ്ങൾക്ക് അപ്പോൾ വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞതാണ് എന്നല്ലാതെ ഇതിലൊന്നും ഒരു ദൈവികതയുമില്ല, ഒരു വിവേകവും വെളിവും അതുമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 197 ഹജ്ജ് കാലം അറിയപ്പെട്ട മാസങ്ങളാകുന്നു. അതുകൊണ്ട് അവയിൽ ഹജ്ജ് ചെയ്യൽ തൻ്റെ ബാധ്യതയായി ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ പിന്നീട് സംയോഗമോ അതിക്രമമോ ദുസ്തർക്കമോ ഹജ്ജിൽ പാടില്ല. നിങ്ങൾ എന്ത് നന്മ ചെയ്യുന്നുവോ അത് അള്ളാഹു അറിയുന്നുണ്ട്. നിങ്ങൾ യാത്രയ്ക്കുള്ള ഉപകരണങ്ങൾ കരസ്ഥമാക്കുക. എന്നാൽ യാത്രോപകരണങ്ങളിൽ വെച്ച് ഉത്തമമായത് ദോഷബാധയെ സൂക്ഷിക്കലാണ്. ബുദ്ധിയുള്ളവരെ എന്നെ നിങ്ങൾ സൂക്ഷിക്കുക. ഇതിൻ്റെ സബബുൻ-നുസൂൽ പറയുന്നത്, ഇത് മുഹമ്മദ് ഉംറയ്ക്ക് പോയ ആ സമയത്തൊന്നുമല്ല, പിന്നീട് മക്കയൊക്കെ കീഴടങ്ങിയതിന് ശേഷം സ്ഥിരമായിട്ട് ഹജ്ജിനൊക്കെ പോകാൻ തുടങ്ങിയതിന് ശേഷമുള്ള പ്രത്യേക സാഹചര്യത്തിൽ ചില പ്രത്യേക വിഭാഗം ആളുകളെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. യമനിൽ നിന്ന് ഹജ്ജിന് വരുന്ന ആളുകൾ ആവശ്യമുള്ള സാധനങ്ങളൊന്നും കൊണ്ടുവരാതെ വഴിയിൽ വെച്ച് മറ്റ് ഹാജിമാരുടെ കയ്യിൽ നിന്ന് യാചിച്ചുകൊണ്ട് അവിടുത്തെ ആവശ്യമുള്ള സാധനങ്ങൾ ശേഖരിക്കുന്നത് കണ്ടപ്പോൾ അതിനെതിരായിട്ട് പറഞ്ഞതാണ് ഈ കാര്യമെന്നാണ് വ്യാഖ്യാനം. വാഹിദി തഫ്സീറിൽ പറയുന്നു, ദ പീപ്പിൾ ഓഫ് യമൻ വേർ ഇൻ ദ ഹാബിറ്റ് ഓഫ് ഗോയിങ് ഓൺ ടു പിൽഗ്രിമേജ് വിത്തൗട്ട് ടേക്കിംഗ് എനി പ്രൊവിഷൻ വിത്ത് ദം. ദേ യൂസ് ടു സേ വി ആർ ദ വൺസ് ഹു ട്രസ്റ്റ് ഇൻ അള്ളാഹ്, ബട്ട് വൺസ് ഇൻ മക്ക ദേ യൂസ് ടു ബെഗ് ഫ്രം പീപ്പിൾ ആൻഡ് സോ അള്ളാഹ് റിവീൽഡ് ദിസ് വേഴ്സ്. 198 നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള അനുഗ്രഹം തേടുന്നതിൽ കുറ്റമൊന്നുമില്ല. എന്നാൽ നിങ്ങൾ അറഫാത്തിൽ നിന്ന് മടങ്ങിയാൽ മഷ്അറുൽ ഹറാമിൽ വെച്ച് അള്ളാഹുവെ സ്മരിക്കുക. അവൻ നിങ്ങൾക്ക് മാർഗദർശനം നൽകിയതുകൊണ്ട് അവനെ ഓർക്കണം. ഇതിനു മുമ്പ് നിങ്ങൾ നേർവഴി കാണാത്തവരിൽ പെട്ടവരായിരുന്നല്ലോ. നിങ്ങളുടെ രക്ഷിതാവിൻ്റെ അനുഗ്രഹം തേടുന്നതിൽ കുറ്റമൊന്നുമില്ല എന്നിവിടെ പറഞ്ഞത് ഹജ്ജിന് വരുന്ന ആളുകൾ അവിടെ കഅബയുടെ ചുറ്റും ഹാജിമാർക്കിടയിൽ കച്ചവടം നടത്തുന്നത് തെറ്റില്ല എന്നാണ്. ജാഹിലിയ കാലത്ത് മക്കക്കാർ ഹജ്ജ് ചെയ്തിരുന്ന സമയത്ത് ഹജ്ജ് നടക്കുമ്പോൾ ഹാജിമാരുടെ ഇടയിൽ കൂടെ നടന്നിട്ട് കച്ചവടം ചെയ്യുന്നത് അവർ നിരോധിച്ചിരുന്നു. അങ്ങനെ കച്ചവടം ചെയ്യാൻ പാടില്ല എന്നായിരുന്നു അവരുടെ വിശ്വാസം. പക്ഷേ മുഹമ്മദിൻ്റെ കൂടെയുള്ള ആളുകൾ അവിടെയും കച്ചവടം നടത്തുകയും അങ്ങനെ കച്ചവടം നടത്തിയപ്പോൾ ചില ആളുകൾ അതിനെക്കുറിച്ച് മുഹമ്മദിനോട് സംശയം ചോദിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്. അതിനൊന്നും വലിയ കുഴപ്പമില്ല, കച്ചവടങ്ങൾ നടത്തിക്കോ, കച്ചവടത്തിനുള്ള തന്നെയാണ് ഹജ്ജ് എന്ന മട്ടിൽ ഉത്തരം പറഞ്ഞതാണ് ഈ ആയത്ത് എന്നാണ് പറയുന്നത്. Dhul Majaz and Ukkal used to be places of trade in the pre-Islamic era. It is as if people disliked this to be so upon the advent of Islam, that is until the verse was revealed regarding the season of pilgrimage. People used to avoid trade and buying and selling during the pilgrimage. They used to say, these are days for the remembrance of Allah, and so Allah revealed this verse. ഇത് അള്ളാഹുവിനെ സ്മരിക്കാനുള്ള ദിവസമാണ്, ഇത് കച്ചവടം ചെയ്യാനുള്ള ദിവസമല്ല എന്ന ആളുകൾ പറയുകയും
ജാഹിലിയ കാലത്തുണ്ടായിരുന്ന ആ മര്യാദ പാലിക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ കച്ചവടം ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കിയതാണ് ഈ ആയത്ത്. ഇതിനു മുമ്പ് നിങ്ങൾ നേർവഴി കാണാത്തവരിൽപ്പെട്ടവരായിരുന്നല്ലോ എന്ന്, മക്കക്കാരൊക്കെ നേർവഴി കാണാത്തവരായിരുന്നു എന്നും ഇപ്പോഴാണ് ശരിക്കായ വഴിയിലെത്തിയത് എന്നും, അതുകൊണ്ട് കച്ചവടം ചെയ്തോളൂ, അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ അള്ളാഹുവിനെ സ്മരിച്ചാൽ മതി എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. 199 ജനങ്ങൾ മടങ്ങുന്ന സ്ഥാനത്ത് നിന്ന് നിങ്ങൾ മടങ്ങുകയും അള്ളാഹുവിനോട് മാപ്പിന് അപേക്ഷിക്കുകയും ചെയ്യുക. നിശ്ചയമായും അള്ളാഹു ഏറ്റവും പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാകുന്നു. ഇതൊക്കെ ഹജ്ജിൻ്റെ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതാണ്. ജനങ്ങൾ മടങ്ങുന്ന സ്ഥാനത്ത് നിന്ന് നിങ്ങൾ മടങ്ങുക എന്നൊക്കെ പറഞ്ഞത് അന്ന് മക്കയിൽ മക്കക്കാർ ഹജ്ജ് ചെയ്യുമ്പോൾ അവർക്കുണ്ടായിരുന്ന ചില, അവർ നിൽക്കാനും നടക്കാനും മടങ്ങാനും ഒക്കെ ചില പ്രത്യേക സ്ഥലങ്ങൾ കണ്ടെത്തിയിരുന്നു. മുസ്ദലിഫ, അറഫ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ. മുസ്ദലിഫയിലാണ് നിൽക്കേണ്ടത് എന്ന മക്കക്കാരുടെ ആചാരം മാറ്റിയിട്ട് അറഫയിലാണ് നിൽക്കേണ്ടത് എന്നാക്കി മാറ്റി. ഇങ്ങനെയുള്ള മാറ്റങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് എന്നാണ്. അപ്പോൾ ഖുറൈശികളുടെ ആചാരങ്ങൾ, മക്കക്കാരുടെ ആചാരങ്ങൾ അതേപോലെ പിന്തുടരുന്നതിനെക്കുറിച്ച് മുഹമ്മദ് പറഞ്ഞത് അതൊക്കെ ചെകുത്താൻ്റെ ആചാരങ്ങളാണ്, പിശാചിൻ്റെ ആചാരങ്ങളാണ്, അതുകൊണ്ട് അത് നിങ്ങൾ പിന്തുടരണ്ട, ഞാൻ പറയുന്നത് പിന്തുടർന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ പിശാചിൻ്റെ ആചാരങ്ങളിൽ അല്ലറ ചില്ലറ വ്യത്യാസങ്ങൾ നിർദ്ദേശിക്കുകയാണ് ഇവിടെ മുഹമ്മദ് ചെയ്തത്. കാര്യമായ വ്യത്യാസമൊന്നും ചെകുത്താൻ്റെ ആചാരത്തിൽ വരുത്തിയിട്ടില്ല. ആ ചെകുത്താൻ്റെ ആചാരം എന്ന് മുഹമ്മദ് ഇപ്പോൾ വിശേഷിപ്പിക്കുന്ന ഹജ്ജിൻ്റെ എല്ലാ വിഗ്രഹാരാധനാ ചടങ്ങുകളും മുഹമ്മദിൻ്റെ ഹജ്ജിലും ഉൾപ്പെടുത്തി. പക്ഷേ അതിൽ ചില നിൽക്കേണ്ടി നടക്കേണ്ടിയൊക്കെ സ്ഥാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി. ഇത്ര വ്യത്യാസമേ വരുത്തിയിട്ടുള്ളൂ. എന്നിട്ട് ആ സ്ഥാനമാറ്റത്തെക്കുറിച്ചാണ് മറ്റവരത് ചെയ്ത്താൻ്റെ ആണെന്നും അത് പിഴച്ചതാണെന്നും ഇതാണ് ശരിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ന്യായീകരിക്കുന്നത്. 200 അങ്ങനെ ഹജ്ജ് കർമ്മങ്ങൾ നിങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ സ്വന്തം പിതാക്കളെ നിങ്ങൾ സ്മരിച്ചിരുന്നതുപോലെ എന്നല്ല, അതിലും ഗാഢമായി അള്ളാഹുവിനെ സ്മരിക്കുക. എന്നാൽ ഞങ്ങളുടെ രക്ഷിതാവേ, ഇഹത്തിൽ ഞങ്ങൾക്ക് നീ തരേണമേ എന്ന് പറയുന്നവരായി മനുഷ്യരിൽ ചിലരുണ്ട്. അവർക്കാകട്ടെ പരലോകത്ത് യാതൊരു അംശവും ഇല്ല. ഇതിനെക്കുറിച്ച് പറയുന്നത് മക്കക്കാരെ അവിടെ ഹജ്ജിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഓരോരുത്തരും അവരവരുടെ കുടുംബത്തിലെ പൂർവീകർ, മരിച്ചുപോയ പൂർവീകരുടെ നന്മകൾ എടുത്ത് പറഞ്ഞുകൊണ്ട് അവരുടെ കുടുംബത്തിൻ്റെ നന്മ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും അത് നിലനിർത്താൻ വേണ്ടി ദൈവങ്ങളോട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതിനെ മുഹമ്മദ് ഇവിടെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അവിടെ വെച്ച് നിങ്ങൾ സ്വന്തം കുടുംബത്തിൽപ്പെട്ട മരിച്ചുപോയവരുടെ പിതാക്കളെയോ പൂർവ്വപിതാക്കളെയോ ഒന്നും അനുസ്മരിക്കാൻ പാടില്ല, അവരെയൊന്നുമല്ല, അവരുടെ നന്മകളൊന്നും ഇവിടെ പറയേണ്ടതില്ല, അള്ളാഹുവിൻ്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ ഞാനതിനെ മനഃശാസ്ത്രപരമായിട്ട് പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് മുഹമ്മദിന് അങ്ങനെ പൂർവീകരുടെ നന്മ എന്ന രീതിയിലൊന്നും പറയാൻ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്കും അത്തരത്തിലൊന്നും പറയാനുണ്ടായിരുന്നില്ല. മറിച്ച് മക്കയിലുണ്ടായിരുന്ന ആളുകൾക്ക് അവർക്ക് ഓരോരുത്തർക്കും അവരുടെ കുടുംബത്തിലെ പൂർവീകരുടെ നന്മകൾ എടുത്ത് പറയാനുണ്ടായിരുന്നു. അത് പറഞ്ഞുകൊണ്ട് ഇത്തരം വേളകളിൽ അവർ മരിച്ചുപോയ തങ്ങളുടെ പൂർവീകരെ കൂടി അനുസ്മരിച്ചുകൊണ്ടാണ് അവർ ഇത്തരം പ്രാർത്ഥനകളും ആചാരങ്ങളും നടത്തിയിരുന്നത്. അതൊക്കെ കാണുമ്പോൾ മുഹമ്മദിന് അവരോട് ഒരുതരം അസൂയയോ അല്ലെങ്കിൽ അപകർഷതാബോധമോ മനസ്സിലുണ്ടായിരുന്നത് കൊണ്ടാണ് അതിനെല്ലാം മാറ്റിയിട്ട് അവരെയൊന്നും അനുസ്മരിക്കേണ്ട കാര്യമില്ല, ഇനി അള്ളാഹുവിനെ മാത്രം പറഞ്ഞാൽ മതി എന്നൊക്കെയുള്ള തിട്ടൂരങ്ങൾ മുഹമ്മദ് അവിടെ അവതരിപ്പിക്കുന്നത്. അതിനെയും പിശാചിൻ്റെ ആചാരങ്ങൾ എന്ന് പറഞ്ഞ് അപഹസിക്കാനാണ് മുഹമ്മദ് ശ്രമിക്കുന്നത്. മക്കക്കാരോടുണ്ടായിരുന്ന അസൂയയും വിദ്വേഷവും മുഹമ്മദിന് സ്വയം തോന്നിയിരുന്ന അപകർഷതാബോധവുമാണ് അതിന് കാരണം. ഇബ്നു കസീർ ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പറയുന്നതാണിത്. സയ്യിദ് ഇബ്നു ജുബൈർ said that Ibn Abbas said, during the time of Jahiliyyah, people used to stand during the Hajj season and one of them would say, my father used to feed the poor, help others, end their disputes with his money, pay the diya, that is blood money, and so forth. The only dhikr that they had was that they would remember the deeds of their fathers. Allah then revealed to Muhammad. നോക്കൂ നിങ്ങൾ, ജാഹിലിയ എന്ന് മുഹമ്മദ് വിശേഷിപ്പിച്ച മക്കക്കാർ അവരുടെ പൂർവീകരെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണിത്. മൈ ഫാദർ യൂസ് ടു ഫീഡ് പുവർ, പാവങ്ങൾക്ക് ദാനം നൽകുമായിരുന്നു. ഹെൽപ്പ് അതേഴ്സ്, മറ്റുള്ളവരെ സഹായിച്ചിരുന്നു. എൻഡ് ദെയർ ഡിസ്പ്യൂട്ട്സ് വിത്ത് മണി, സ്വന്തം പണം ചെലവഴിച്ചിട്ട് മറ്റുള്ളവർക്ക് തമ്മിലുള്ള തർക്കങ്ങളൊക്കെ ഒത്തുതീർപ്പാക്കി കൊടുക്കുമായിരുന്നു. പേ ദ ദിയ, ബ്ലഡ് മണി കൊടുത്തുകൊണ്ട് ആളുകളെ രക്ഷിക്കുമായിരുന്നു. അങ്ങനെയുള്ള മുഹമ്മദ് ഇപ്പോൾ വലിയ കാര്യത്തിൽ നന്മയാണ് എന്ന് അള്ളാഹുവിൻ്റെ പേരിൽ പറയുന്ന ഈ എല്ലാ കാര്യങ്ങളും മക്കയിലുണ്ടായിരുന്ന ആളുകളും
പുണ്യകർമ്മമായി കരുതി നിർവഹിച്ചു പോന്നിരുന്ന കാര്യങ്ങളാണ് എന്ന് ഇവിടെ നമുക്ക് വായിച്ചെടുക്കാം. ഇങ്ങനെയൊക്കെ നന്മ ചെയ്തിരുന്ന ആളുകൾ അവരുടെ പൂർവികരെക്കുറിച്ച്, അതേ നന്മകൾ ചെയ്തിരുന്ന പൂർവികരെക്കുറിച്ച് അനുസ്മരിക്കുകയാണ് ഹജ്ജിൻ്റെ വേളയിൽ ചെയ്തിരുന്നത്. അതിനെയാണ് മുഹമ്മദ് ഇവിടെ കുറ്റപ്പെടുത്തുന്നത്. അതേ സമയത്ത് ജാഹിലിയ കാലത്ത് ആളുകൾക്ക് ഒരു നന്മയും ഉണ്ടായിരുന്നില്ല, അവരൊക്കെ ആകെ തിന്മയിൽ മാത്രം മുഴുകി കഴിയുകയായിരുന്നു എന്ന തള്ളും ഇസ്ലാമിൻ്റെ ആളുകൾ നിരന്തരമായി നടത്താറുണ്ട്. എന്നാൽ മുഹമ്മദ് നന്മ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും അതിനേക്കാൾ ഭംഗിയായി നിർവഹിച്ചിരുന്നവരായിരുന്നു മക്കക്കാർ എന്ന് ഈ ഒരൊറ്റ വ്യാഖ്യാന ഹദീസിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാവുന്നുണ്ട്. പക്ഷേ മുഹമ്മദിന് അങ്ങനെയൊന്നും പറയാനില്ലാതിരുന്നത് കൊണ്ടും അത്തരത്തിലുള്ളൊരു പാരമ്പര്യമൊന്നും പറഞ്ഞ് അനുസ്മരിക്കാൻ ആരുമില്ലാത്തത് കൊണ്ടും മുഹമ്മദ് അക്കാരണം കൊണ്ട് തന്നെ അപകർഷത പേറിയിരുന്നത് കൊണ്ടുമാണ് മുഹമ്മദ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മക്കക്കാരുടെ നേരെ ജാഹിലിയത്ത് എന്ന് പരിഹസിക്കുകയും അവരുടെ ആചാരങ്ങൾ പിശാചിൻ്റേതാണ് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുകയും എന്നിട്ട് ആ ആചാരങ്ങളൊക്കെ മാറ്റിയിട്ട് അതൊന്നും വേണ്ട, അള്ളാഹുവിനെ മാത്രം സ്മരിച്ചാൽ മതി എന്ന മുഹമ്മദിൻ്റെ സിദ്ധാന്തം അവിടെ അവതരിപ്പിക്കുകയും ചെയ്തത്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ മുഹമ്മദിൻ്റെ ജീവിത സാഹചര്യങ്ങളും മുഹമ്മദിൻ്റെ മനഃശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി വായിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ വളരെ ക്ലിയറാണ്. ഇതിലൊന്നും ഒരു ദൈവീകതയും നമുക്ക് കാണാൻ കഴിയില്ല. മുഹമ്മദ് മക്കക്കാരെക്കുറിച്ച് പറഞ്ഞിരുന്നതെല്ലാം കള്ളമാണ് എന്നും വസ്തുത നേരെ കുത്തനെയാണ് എന്നും നമുക്കിതൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാവും. ഞങ്ങളുടെ രക്ഷിതാവേ, ഇഹത്തിൽ ഞങ്ങൾക്ക് നീ തരയണമേ എന്ന് പറയുന്നവരായി മനുഷ്യരിൽ ചിലരുണ്ട്, അവർക്കാകട്ടെ പരലോകത്ത് യാതൊരു അംശവുമില്ല. അപ്പോൾ ഇഹലോകത്തെ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടും പുരോഗതിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നവരെയാണ് മുഹമ്മദ് ഇവിടെ അധിക്ഷേപിക്കുന്നത്. അവർക്ക് പരലോകത്ത് യാതൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു. ഇഹലോകത്ത് ആരോഗ്യവും ദീർഘായുസ്സും നന്മയും ഒക്കെ ഉണ്ടാവാൻ ആളുകൾ പ്രാർത്ഥിച്ചിരുന്നു. ജീവിതത്തെ സ്നേഹിച്ചിരുന്ന മക്കക്കാർ ഇഹലോക ജീവിതത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി, ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ ദൈവങ്ങളോട് പ്രാർത്ഥിച്ചിരുന്നു. അതിനെയാണ് ഇവിടെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇഹലോകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ പരലോകത്ത് നിങ്ങൾക്കൊരു ചുക്കും ഉണ്ടാവില്ല, ഒരു വിഹിതവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തുന്നത്. ഇനി അടുത്ത വാക്യം നോക്കുക, 201. ഞങ്ങളുടെ രക്ഷിതാവേ, ഇഹലോകത്ത് നീ ഞങ്ങൾക്ക് നല്ലത് നൽകണമേ, പരലോകത്തും നല്ലത് നൽകണമേ, നരകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ എന്ന് പറയുന്നവരും അവരിലുണ്ട്. അപ്പോൾ ഇഹലോകത്തിൻ്റെ കാര്യത്തിന് കൂടെ പരലോകത്തിൻ്റെ കാര്യം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരും അവരുടെ കൂട്ടത്തിലുണ്ട്. ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്. മുഹമ്മദ് പറയുന്ന ഈ പരലോകം, നരകം, സ്വർഗം അങ്ങനെയുള്ള വിശ്വാസങ്ങളായിരുന്നില്ല ആ കാലത്ത് പ്രധാനമായിട്ട് ഉണ്ടായിരുന്നത്. മറിച്ച് ഇഹലോകത്തിൻ്റെ കാര്യങ്ങളും ജീവിതത്തിൻ്റെ കാര്യങ്ങളുമാണ് അവർക്കുണ്ടായിരുന്നത്. അതിൽ നന്മ വരുത്താൻ വേണ്ടിയിട്ടാണ് അവരുടെ ദൈവങ്ങളോട് കാര്യമായിട്ട് പ്രാർത്ഥിച്ചിരുന്നത്. ഈ പരലോകത്തിൻ്റെ കഥയും പരലോക ശിക്ഷയുടെ ഭീഷണിയും പരലോകത്തെ കള്ളും പെണ്ണെന്നുള്ള പ്രലോഭനവുമൊക്കെ മുഹമ്മദിന് മറ്റ് പലയിടത്തു നിന്നും കിട്ടിയത് ഇതിനകത്ത് കൊണ്ടുവന്ന് അപ്ലൈ ചെയ്തതാണ് എന്നർത്ഥം. 202. തങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി വലിയ ഭാഗ്യം അവർക്കുണ്ട്, അള്ളാഹു ശീഘ്രമായി വിചാരണ ചെയ്യുന്നവനാകുന്നു. അപ്പോൾ ഇഹലോകത്തെ കാര്യവും പരലോകത്തെ കാര്യവും കൂടെ ഒരുമിച്ച് ചേർത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ വിചാരണ ഉടനെ ഉണ്ടാവും, അവർക്ക് അതിനൊരു പ്രതിഫലം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കണം എന്നാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത്. 203. ഏതാനും ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുക, എന്നാൽ ആരെങ്കിലും 2 ദിവസം കൊണ്ട് ധൃതിപ്പെട്ടാൽ അവന് യാതൊരു കുറ്റവുമില്ല, ആരെങ്കിലും താമസിച്ചാൽ അവനും കുറ്റമില്ല. ഇത് ദോഷബാധയെ സൂക്ഷിക്കുന്നവർക്കാകുന്നു. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അവങ്കിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുക തന്നെ ചെയ്യുമെന്ന് അറിയുകയും ചെയ്യുക. ഇതൊക്കെ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായ പ്രശ്നങ്ങളാണ്. ചില ആൾക്കാർ പെട്ടെന്ന് ചടങ്ങുകൾ തീർത്ത് പോയി, ചിലർ വൈകി വന്നു, ചിലർ ദീർഘനേരം അവിടെ ചടങ്ങുകളിൽ പങ്കുകൊണ്ടു. ഇങ്ങനെയുള്ളവരൊക്കെ സംബോധന ചെയ്തുകൊണ്ട് അതെല്ലാം ശരിയാണ് എന്ന് പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി 204. ഐഹിക ജീവിതത്തെക്കുറിച്ചുള്ള സംസാരം താങ്കളെ അത്ഭുതപ്പെടുത്തുകയും ഹൃദയത്തിലുള്ളതിന് അള്ളാഹുവെ സാക്ഷിയാക്കുകയും ചെയ്യുന്നവൻ മനുഷ്യരിലുണ്ട്, അവനാകട്ടെ ബദ്ധവൈരിയാണ് താനും. ഇത് അള്ളാഹുവിന് പറ്റിയ മറ്റൊരു അമളിയാണ്. അള്ളാഹുവിന് കുറേ അമളികൾ പറ്റിയത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ 2-3 ദിവസം ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞു. അതിലൊരു അമളിയായിരുന്നു ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത 4-5 വാക്യങ്ങൾ. കാരണം ആ വാക്യങ്ങൾ തീർത്തും അപ്രസക്തവും അനാവശ്യവുമായിരുന്നു. അള്ളാഹു എന്ന ദൈവത്തിന് സർവജ്ഞാനം പോയിട്ട് നാളെ എന്ത് നടക്കാൻ പോകുന്നു എന്ന് പോലും അറിയുമായിരുന്നില്ല എന്നതുകൊണ്ടാണ് ഇതിനു മുമ്പ് നമ്മൾ വായിച്ച 190 മുതൽ 194 വരെയുള്ള വാക്യങ്ങൾ പറയേണ്ടി വന്നത്. കാരണം മക്കക്കാർ മുഹമ്മദിനെ ആക്രമിക്കുമോ ഇല്ലേ എന്ന് മുഹമ്മദിന് സംശയമുണ്ടായിരുന്നു.
ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഥവാ ആക്രമിക്കുകയാണെങ്കിൽ, അഥവാ ഹജ്ജിന് പോകുമ്പോൾ ഉംറയ്ക്ക് പോകുമ്പോൾ തടയുകയാണെങ്കിൽ അവരെ അങ്ങോട്ട് ആക്രമിക്കാൻ വേണ്ട യുദ്ധാഹ്വാനമായിരുന്നു ഈ വാക്യത്തിലുണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ സാമാന്യ യുക്തി ഉപയോഗിച്ച് ആലോചിച്ചാൽ തന്നെ നമുക്കറിയാം, മക്കക്കാർ മുഹമ്മദിനെ ആ സമയത്ത് ആക്രമിക്കാനോ തടയാനോ യാതൊരു സാധ്യതയും അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ മുഹമ്മദിന് സംശയം ഉണ്ടായിരുന്നു. മുഹമ്മദ് സംശയിക്കാൻ കാരണം മുഹമ്മദിൻ്റെ സ്വഭാവവും പെരുമാറ്റവും അങ്ങനെ ആയതുകൊണ്ടാണ്. മുഹമ്മദ് കരാറ് ലംഘിച്ചു, എന്നാൽ അവർ കരാറ് പാലിക്കുന്നവരായിരുന്നു. മക്കക്കാർ മര്യാദക്കാരായിരുന്നു, അവർ കരാർ ലംഘിക്കുന്നവരായിരുന്നില്ല. പുണ്യമാസത്തിലാണ് ഈ പോകുന്നത്. പുണ്യമാസത്തിൽ മക്കക്കാർ യുദ്ധം ചെയ്യില്ല, അവർ ആ മര്യാദ പാലിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ മക്കക്കാർ മുഹമ്മദിനെ ആക്രമിക്കാൻ ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, മുഹമ്മദും സംഘവും വളരെയധികം ശക്തി പ്രാപിച്ചിട്ടുണ്ട് എന്നും ഇനി മുഹമ്മദിനോട് അങ്ങനെയുള്ളൊരു അക്രമത്തിന് പോകുന്നത് അപകടകരമാണ് എന്നും തിരിച്ചറിയാനുള്ള വിവേകവും മക്കക്കാർക്കുണ്ടായിരുന്നു. ഈ 3 കാരണങ്ങൾ കൊണ്ട് തന്നെ മക്കക്കാർ മുഹമ്മദിനെ തടയാനോ ആക്രമിക്കാനോ ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് മുഹമ്മദ് അവർ തടയുമെന്ന് സംശയിച്ചുകൊണ്ടാണ് ഈ യുദ്ധാഹ്വാനം നടത്തുന്ന വാക്യങ്ങൾ അവതരിപ്പിച്ചത്. അപ്പോൾ സർവജ്ഞാനിയായ അള്ളാഹു ആയിരുന്നെങ്കിൽ മക്കക്കാർ മുഹമ്മദിനെ തടയാൻ പോകുന്നില്ല എന്നുള്ള കാര്യം അള്ളാഹുവിന് നേരത്തെ അറിയണ്ടേ? 2 ദിവസം മുമ്പ് അറിയണ്ടേ? സർവജ്ഞാനം പോട്ടെ, ഒരു 2 ദിവസം മുമ്പെങ്കിലും അറിയണ്ടേ? അത് അള്ളാഹുവിനും അറിയില്ലായിരുന്നു. കാരണം മുഹമ്മദിന് അറിയാത്തൊരു കാര്യം അള്ളാഹുവിനും അറിയില്ല. മുഹമ്മദിന് സംശയമുള്ള കാര്യം അള്ളാഹുവിനും സംശയമാണ്. അപ്പോൾ മുഹമ്മദ് ആഗ്രഹിക്കുന്നത് പോലെ അള്ളാഹു ആയത്തിറക്കി. കാരണം മുഹമ്മദും അള്ളാഹുവും ഒന്ന് തന്നെയാണ്. അവിടെ മുഹമ്മദിൻ്റെ അള്ളാഹുവിന്, സർവജ്ഞാനിയായ അള്ളാഹുവിന് ഭീമമായ അബദ്ധമാണ് അവിടെ പറ്റിയത്, അമളിയാണ് പറ്റിയത്. അതുപോലുള്ള ഒരു അമളിയാണ് ഈ 204 വാക്യത്തിൻ്റെ പശ്ചാത്തലം വായിക്കുമ്പോഴും അള്ളാഹുവിന് പറ്റിയിട്ടുള്ളതെന്ന് കാണാം. എന്താ സംഭവം? ദിസ് വേഴ്സ് വാസ് റിവീൽഡ് അബൌട്ട് അൽ അഖ്നാസ് ബിൻ സുറൈഖ് ആൻഡ് അലി ഓഫ് ബനു സുഹ്റ. ഹി കെയിം ടു ദ പ്രോഫറ്റ് ഇൻ മദീന and pretended to be a Muslim. The Prophet admired him for this. He said, I have come to embrace Islam and Allah knows I am truthful. This is what Allah states when He says, upon leaving the messenger of Allah, he passed by a cultivated field and some asses which belonged to some Muslims. He burned the field and hamstrung the asses. Allah revealed about him. ഇവിടെ ഈ അഖ്നാസ് ബിൻ സുറൈഖ് എന്ന് പറയുന്ന ഒരാൾ മുഹമ്മദിൻ്റെ അടുത്ത് വന്നിട്ട്, ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുന്നു, ഞാൻ ഇത്രയും കേമനാണ്, ഞാൻ താങ്കളെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു, ഞാൻ അള്ളാഹുവിനോട് അങ്ങേയറ്റം ആരാധനയുള്ളവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വാചകമടിച്ചു. ആ വാചകമടിയൊക്കെ വിശ്വസിച്ച് മുഹമ്മദ് അയാളെ അനുഗ്രഹിച്ച് പറഞ്ഞയച്ചു. അയാൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ കൊടുത്തു. പക്ഷേ അയാൾ അവിടുന്ന് പോകുന്ന പോക്കിൽ അവിടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളുടെ കൃഷിയൊക്കെ കത്തിച്ച് നശിപ്പിക്കുകയും ആ കൃഷിത്തോട്ടത്തിലുണ്ടായിരുന്ന കഴുതകളുടെ കയ്യും കാലും വെട്ടിമുറിക്കുകയും കഴുതകളെ കൊല്ലുകയും ഒക്കെ ചെയ്ത് വലിയ അക്രമം കാണിച്ചിട്ട് പോയി. പിന്നീട് ഈ വിവരം മുഹമ്മദ് അറിഞ്ഞപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്. അപ്പോൾ ഒരാൾ വന്നിട്ട് മുസ്ലിമാണെന്ന് അഭിനയിച്ചുകൊണ്ട് മുഹമ്മദിൻ്റെ അടുത്ത് വന്നിട്ട് വലിയ ബടായിയൊക്കെ പറഞ്ഞ് മുഹമ്മദിൻ്റെ സഹായങ്ങളൊക്കെ പറ്റിയിട്ട് തിരിച്ചു പോകുമ്പോൾ അയാൾ അവിടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളെയൊക്കെ ഉപദ്രവിച്ച് മുസ്ലിങ്ങളുടെ കൃഷി കത്തിക്കുകയും അവരുടെ കഴുതനെ കൊല്ലുകയും ഒക്കെ ചെയ്ത് കച്ചറ ഉണ്ടാക്കിയിട്ട് പോയി. ആ സമയത്ത് ഈ വിവരം അറിഞ്ഞപ്പോഴാണ് അള്ളാഹു ഈ ആയത്തിറക്കുന്നത്. എന്താ ആയത്ത്? ഐഹിക ജീവിതത്തെക്കുറിച്ചുള്ള സംസാരം താങ്കളെ അത്ഭുതപ്പെടുത്തുകയും ഹൃദയത്തിലുള്ളതിന് അള്ളാഹുവെ സാക്ഷിയാക്കുകയും ചെയ്യുന്നവർ അവരിലുണ്ട്. അവനാകട്ടെ ബദ്ധവൈരിയാണ് താനും. ഇത് അവൻ ഈ കുലുമാലൊക്കെ ഉണ്ടാക്കി, ഈ ദുലുമൊക്കെ ഉണ്ടാക്കി പോയതിന് ശേഷമാണോ അള്ളാഹു പറയേണ്ടത്? കാരണം മുഹമ്മദിന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. മുഹമ്മദിന് അവൻ്റെ വാചകമടിയിൽ അവൻ പറയുന്നത് സത്യമാണ് എന്ന് തോന്നി അവന് വേണ്ട സഹായമൊക്കെ ചെയ്തു കൊടുത്ത് മുഹമ്മദ് അത് വിശ്വസിച്ചു. എന്നിട്ട് അവൻ ഈ ദുൽമൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ട് ആ വിവരം മുഹമ്മദ് അറിയുമ്പോഴാണ് അള്ളാഹുവിന് ട്യൂബിലൈറ്റ് എത്തുന്നത്. അപ്പോഴാണ് അള്ളാഹു അങ്ങനത്തെ ആൾക്കാരുണ്ട്, അവർ നമ്മുടെ മുസ്ലിങ്ങളുടെ ബദ്ധവൈരികളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആയത്തിറക്കുന്നത്. വല്ല പ്രയോജനമുണ്ടോ ഇങ്ങനെ ആയത്തിറക്കിയതുകൊണ്ട്? ഇത് അവളി പറ്റിയതാണ്. കാരണം സർവജ്ഞാനിയായ അള്ളാഹു ആണെങ്കിൽ അവൻ വന്ന് ബടായി പറയുമ്പോൾ തന്നെ മുഹമ്മദിനോട് പറയണ്ടേ, ഇവൻ ഈ പറയുന്നതൊക്കെ ബടായിയാണോ, അവൻ മുനാഫിക്കാണോ, അവൻ കള്ളനാണെന്ന് പറയണ്ടേ?
അത് പറഞ്ഞില്ല. ഓനെ പോയിട്ട് എല്ലാ ദുൽമും കാട്ടിയതിന് ശേഷം അങ്ങനെയുള്ള ദുൽമ കാട്ടുന്നവരും വാചകം അടിച്ച് നിന്നെ പറ്റിക്കുന്നവരും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് ആയത്തിറക്കിയിട്ട് എന്ത് കാര്യം? ഇവിടെ അള്ളാഹു ഒരു പൊട്ടനാണെന്നും അള്ളാഹുവിന് ഒരു സർവ്വജ്ഞാനവുമില്ല എന്നും നാട്ടുകാരെ ബോധ്യപ്പെടുത്തുന്നു എന്നല്ലാതെ ഈ ഒരു ആയത്തിറക്കലുകൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടായത്? അതിന് തുടർന്നുള്ള വാക്യങ്ങൾ നോക്കുക. തിരിച്ചു പോയാൽ അവൻ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാനും ഉൽപ്പന്നങ്ങളെയും കന്നുകാലികളെയും നശിപ്പിക്കുവാനും പരിശ്രമിക്കും. അള്ളാഹു നാശത്തെ ഇഷ്ടപ്പെടുകയില്ല. ഈ നാശത്തെ ഇഷ്ടപ്പെടുകയില്ലാത്ത അള്ളാഹു ഓനെ നാശമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഇങ്ങനെ ആയത്തിറക്കുക വേണ്ടത്? അവൻ നാശം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യം പറയണ്ടേ? മുഹമ്മദിൻ്റെ പോക്കറ്റിലാണല്ലോ ഈ അള്ളാഹു. മുഹമ്മദിൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന അള്ളാഹുവിന് മുഹമ്മദിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു പെരുങ്കള്ളൻ ഇതുപോലെ നുണ പറയുമ്പോൾ അപ്പം പിടിക്കേണ്ടവൻ്റെ കൊല്ലിക്ക് അള്ളാഹു. അപ്പം മിണ്ടാതിരുന്നിട്ട് പിന്നെ അവൻ പോയി ദുൽമെല്ലാം കാണിച്ചു വന്നതിന് ശേഷം അവനിങ്ങനെ ദുൽമ കാട്ടി, അങ്ങനെ ദുൽമ കാട്ടുന്നവരും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്, അള്ളാഹുവിന് അതൊന്നും ഇഷ്ടമല്ല എന്ന് ആയത്തിറക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു വഷളത്തരാണ് നിങ്ങൾ ആലോചിച്ചു. ഒരു സർവ്വജ്ഞാനിയായ പടച്ചവനാണ് ഈ മണ്ടത്തരം ചെയ്യുന്നത്. ദൈവത്തിനാണ് ഈ അമളി പറ്റുന്നത്. ദൈവത്തിൻ്റെ സർവ്വജ്ഞാനം എന്ന് പറയുന്നത് മുഹമ്മദിൻ്റെ അല്പജ്ഞാനവും മുഹമ്മദിൻ്റെ വിവരക്കേടും മാത്രമാണ് എന്നതിന് ഇതിൽ പരം തെളിവെന്താ വേണ്ടത്? 206 വാക്യം നോക്കുക. അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറയപ്പെടുമ്പോൾ ദുഷിച്ച മനസ്ഥിതി കാരണം ദുരഭിമാനം പിടികൂടുന്നു. അതിനാൽ നരകം അവന് മതി. അതെത്ര നീചമായ വിരിപ്പ്. വലിയ കാര്യമായി നരകത്തിലിടുന്നു പറഞ്ഞുകൊണ്ട്. അള്ളാഹു സർവ്വജ്ഞാനിയായ പടച്ചോൻ ഇങ്ങനെ മുഹമ്മദിൻ്റെ തോളിലും ചെവിയിലും മുഹമ്മദിൻ്റെ പോക്കറ്റിലും ഇരിക്കുന്നുണ്ടെങ്കിൽ മുഹമ്മദിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു പെരുങ്കള്ളം വന്നിട്ട് ഇതുപോലെ നുണ പറയുമ്പോൾ അപ്പോൾ ആയത്തിറക്കണ്ടേ? ഇവൻ പറയുന്നത് നുണയാണ്, ഇവനെ പിടിക്കണം, ഇവൻ കള്ളനാണ് എന്ന് പറയണ്ടേ? അതല്ലെങ്കിൽ അവൻ പോയി ദുൽമ കാണിക്കുന്നതിന് മുമ്പെങ്കിലും ആയത്തിറക്കിയിട്ട് അവനെ പോയി പിടിച്ചുകൊണ്ടിരാൻ പറയണ്ടേ? അവൻ എല്ലാ ദുൽമും കാട്ടി പോയതിന് ശേഷം ഇങ്ങനെ ആയത്തിറക്കി എന്ന് പറഞ്ഞാൽ എന്താ നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇതിന് അള്ളാഹു ആവശ്യമുണ്ടോ? ഈ ദുൽമൊക്കെ നടത്തിയ കാര്യങ്ങളൊക്കെ മുഹമ്മദ് അറിഞ്ഞതിന് ശേഷം മുഹമ്മദിൻ്റെ തൊള്ളുകൊണ്ട് ഈ ബടായി പറയാൻ മുഹമ്മദ് പോലെ അതിനെന്തിനാണ് അള്ളാഹു? എന്തിനാണ് സർവ്വജ്ഞാനിയായ അള്ളാഹുവിനെ മുഹമ്മദ് പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കുന്നത്? ഒരു ഉപകാരത്തും ഇല്ലാത്ത ഒരു സാധനമല്ലേ അള്ളാഹു ഈ കോലത്തിലാണ് ആയത്തിറക്കുന്നതെങ്കിൽ? ഇതുപോലെയുള്ള എത്ര അമളികളാണ് ഇതിനു മുമ്പ് അള്ളാഹുവിന് പറ്റിയിട്ടുള്ളത്. ഇപ്പോൾ മക്കക്കാർ മുഹമ്മദിനെ തടയില്ല എന്ന് സംശയിച്ചുകൊണ്ട് ഒരിക്കലും തടയാൻ സാധ്യതയില്ലാത്ത മക്കക്കാർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്ന ആയത്തുകൾ ഇറക്കി അമളി പറ്റിയത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ വേറെയും ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ട് ഒരിക്കൽ ഒരു ജൂതഗോത്രത്തിൽപ്പെട്ട ആൾക്കാർ മുഹമ്മദ് നേരത്തെ നാട് കടത്തുകയും ഉപദ്രവിക്കുകയും ചെയ്ത ഒരു ജൂതഗോത്രത്തിൽപ്പെട്ട ആൾക്കാർ അതിന് പകരം വീട്ടാൻ വേണ്ടി മുഹമ്മദിനെ ചതിക്കാനായിട്ട് വന്നു. കുറച്ച് പേര് വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഗോത്രം ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു തരാൻ ഞങ്ങൾക്ക് കുറച്ച് പണ്ഡിതന്മാരെ അയച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദ് ഒന്നും ആലോചിക്കാതെ 60-70 പണ്ഡിതന്മാരെ തപ്പിപ്പിടിച്ചിട്ട് അങ്ങോട്ട് പറഞ്ഞയച്ചു. ഖുർആൻ കാണാപ്പാടം, അതുവരെ ഇറങ്ങിയ ഖുർആൻ ആയത്തുകളെല്ലാം കാണാപ്പാടം പഠിച്ചിരുന്ന ഹാഫിദുകളായിട്ടുള്ള 60-70 പേരെ ഈ ജൂതന്മാരുടെ കൂടെ പറഞ്ഞയച്ചു. അവരങ്ങനെ അവരെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് നമ്മുടെ ചേകന്നൂർ മൗലവിയെ കൊണ്ടുപോയ പോലെ കൊണ്ടുപോയിട്ട് വഴിയിൽ വെച്ചിട്ട് 60 എണ്ണത്തിന് അങ്ങോട്ട് കാച്ചി. എന്നിട്ട് അതിൽ നിന്ന് ഒരാൾ മാത്രം എങ്ങനെയോ രക്ഷപ്പെട്ട് മുഹമ്മദിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ പറ്റിച്ചു എന്ന് പറഞ്ഞു. അപ്പോഴാണ് മുഹമ്മദും അള്ളാഹുവും വിവരം അറിയുന്നത്. എന്നിട്ട് പിന്നെ ആ മരിച്ചു പോയ ആൾക്കാർ മുഹമ്മദ് പിന്നെ ഒരു മാസക്കാലം കരഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു എന്നാണ്. ആ കരച്ചിലും അവർ ആ ശത്രുക്കൾക്കെതിരായിട്ട് ശാപപ്രാർത്ഥന നടത്തിക്കൊണ്ട് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു മാസങ്ങളോളം. അങ്ങനെ മുഹമ്മദ് പ്രാർത്ഥിച്ചുകൊണ്ടും കരഞ്ഞുകൊണ്ടും നടക്കുന്നതിൻ്റെ ഇടയിൽ മുഹമ്മദിൻ്റെ ഒരു ആയത്തിറങ്ങി കിട്ടി. അള്ളാഹിൻ്റെ ആയത്തല്ല, ജിബ്രീലിൻ്റെ ആയത്തല്ല, ആ മരിച്ച ആൾക്കാരുടെ ഈ ചതിയിൽപ്പെട്ട് കൊല്ലപ്പെട്ട ഹാഫിദുകളെല്ലാവരും കൂടിയിട്ട് അവിടുന്ന് ഇങ്ങോട്ട് ആയത്ത് കൊടുത്തയച്ച് മുഹമ്മദിന്, ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നു, ഞങ്ങൾ അള്ളാഹിനെ കണ്ടിക്കുന്നു, ഞങ്ങൾക്ക് സമാധാനം അയക്കുന്നു എന്നും പറഞ്ഞിട്ട് അവിടുന്ന് ഒരു ആയത്തിറക്കി എന്നാണ് കഥ. ബുഖാരിയിലൊക്കെ ഉണ്ട് ഈ കഥ. അന്ന് മുഹമ്മദ് ആ ചതിച്ച ആളുകൾക്കെതിരായി നടത്തിക്കൊണ്ടിരുന്ന ശാപപ്രാർത്ഥനയാണ് കുനൂത്ത് എന്ന പേരിൽ പിന്നെ ഇവിടെ നിസ്കാരത്തിലൊക്കെ പ്രാർത്ഥിക്കുന്നത് എന്നും ഹദീസിൽ പറയുന്നു. ഇവിടെ ഞാൻ ചോദിക്കുന്നത്, ഈ 70 ഹാഫിദുകളെ കൊണ്ടുപോയിട്ട് ചതിച്ചു കൊണ്ടുപോയി കൊല്ലുമ്പോൾ, ചേകന്നൂർ മൗലവിയെ കൊണ്ടുപോയി കൊന്നതുപോലെ കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ ഒരായത്തിറക്കാൻ ഒരു അള്ളാഹിനെയും കണ്ടില്ല നമ്മൾ. മുഹമ്മദിൻ്റെ പോക്കറ്റിലുണ്ട് അള്ളാഹു ഇരുന്ന് ഉറങ്ങണേ. എന്തേ അള്ളാഹുവിന് ഇത് ചതിക്കാനാണ് ഇവരെ കൊണ്ടുപോകുന്നത്, പറഞ്ഞയക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മുമ്പിൽ വെച്ചോ അല്ലെങ്കിൽ അവർ കൊല്ലുന്നതിന് മുമ്പോ ഒരായത്തിറക്കിയിട്ട് അവരെ രക്ഷപ്പെടുത്താൻ എന്തുകൊണ്ട് അള്ളാഹ്ക്ക് കഴിഞ്ഞില്ല? അള്ളാഹ് അറിയണ്ടേ സംഭവം. ഇവർ ചതിക്കാനാണ് വരുന്നത് എന്ന് അള്ളാഹ്ക്ക് അറിയണ്ടേ? അങ്ങനത്തെ സാഹചര്യത്തിൽ ഈ ചതിയിൽപ്പെട്ട മുഹമ്മദ് എങ്ങനെയാണ് ദൈവദൂതനാണെന്ന് ആ നാട്ടിലുള്ള ആളുകൾക്ക് ബോധ്യപ്പെടുക?
ദൃഷ്ടാന്തം എന്ന് പറയുന്നത് ഇതൊക്കെയല്ലേ. മുഹമ്മദ് ദൈവദൂതനാണ് എന്നതിന് ഒരു നയാ പൈസയുടെ ദൃഷ്ടാന്തം മുഹമ്മദ് കാണിച്ചു കൊടുത്തിട്ടില്ല. പക്ഷേ മുഹമ്മദ് ദൈവദൂതനല്ല എന്നതിനും മുഹമ്മദിൻ്റെ കൂടെയുള്ള ദൈവമല്ല എന്നതും അത് മുഹമ്മദ് തന്നെയാണ് എന്നതിനും ഇതുപോലുള്ള എത്ര വ്യക്തമായ തെളിവുകൾ ഇസ്ലാമിൻ്റെ ചരിത്രത്തിലുണ്ട്. അതേ ബിർ മൗന എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ആ കൊല നടക്കുന്നത്. അത് ഇസ്ലാം ചരിത്രത്തിലൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള സംഭവമാണ്. അതേപോലെയുള്ള അമളിയാണ് ഇവിടെയും. ഒരാൾ വന്നിട്ട് മുഹമ്മദിനോട് ഞാൻ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു, അള്ള വലിയ പഠിച്ചോൻ തന്നെയാണ്, നിങ്ങളെ വലിയ ബഹുമാനമാണ് എനിക്ക് എന്നൊക്കെ പറഞ്ഞ് ബടായി പറഞ്ഞപ്പോൾ എന്നാൽ ശരി അങ്ങനെ തന്നെയെന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞേക്കുക. എന്നിട്ട് അവൻ പോണ പോക്കിൽ കണ്ട ദുലുമൊക്കെ കാട്ടിയിട്ട് പോകുന്നു. എന്നിട്ട് ദുലുമൊക്കെ കാട്ടി വന്നതിന് ശേഷം വിവരം അറിഞ്ഞതിന് ശേഷം അള്ളാഹയെ തീർക്കുകയാണ്. അങ്ങനത്തെ ഒരു ഉണ്ട് നമ്മളെ കൂട്ടത്തിൽ. ഓൽക്ക് ആ നരകത്തിൽ ശരിയാക്കി കൊടുക്കാം, വലിയ കാര്യമില്ലേ. ഇതുപോലെയുള്ള സാമാന്യ യുക്തിക്ക് നിരക്കാത്തതും മനുഷ്യൻ്റെ സാമാന്യ യുക്തിയെ കൊഞ്ഞനം കാട്ടുന്നതുമായിട്ടുള്ള വിഡ്ഢിത്തങ്ങളും വൈരുദ്ധ്യങ്ങളും മാത്രമേ ഈ പുസ്തകത്തിലുള്ളൂ. ഇത് ദൈവത്തിൻ്റെ വെളിപാടാണ് എന്നതിന് ഒരു നയാ പൈസയുടെ തെളിവും ദൃഷ്ടാന്തവും ഈ പുസ്തകത്തിലുമില്ല, ചരിത്രത്തിലുമില്ല, എവിടെയുമില്ല. മറിച്ച് ഇതൊക്കെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വിവരം കെട്ട മനുഷ്യൻ്റെ മനസ്സിൽ അപ്പോൾ തോന്നിയിരുന്ന വികലമായ ആശയങ്ങൾ മാത്രമായിരുന്നു എന്നതിന് ആയിരക്കണക്കിന് തെളിവുകൾ ചരിത്രത്തിലുണ്ട്. ഈ ഖുർആനിലുള്ള 6236 വാക്യങ്ങളും ഇത് ദൈവത്തിൻ്റെ വചനമല്ല എന്ന് തെളിയിക്കുന്നതാണ്. ഒരു സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യൻ്റെ നിലവാരം പോലും ഈ വാക്കുകൾക്ക് ഇല്ല എന്നുള്ളതാണ് ഇത് വായിച്ചാൽ യുക്തിയും ബുദ്ധിയും ഉപയോഗിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കുക. പക്ഷേ വിശ്വാസത്തിൽ കമിഴ്ന്നു കിടന്നുകൊണ്ട് ഇതെന്തോ വലിയ സംഭവമാണ് എന്ന് കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് ഇതിൽ കൂടെ സഞ്ചരിച്ചാൽ നമുക്ക് ഒരു വസ്തുതയും മനസ്സിലാക്കാൻ കഴിയില്ല. അത് ഇതിൻ്റെ മാത്രം പ്രത്യേകതയല്ല, ഏത് അന്ധവിശ്വാസവും അങ്ങനെയാണ്. ഒരു അന്ധവിശ്വാസി ഈ രാമായണം വായിച്ചിട്ട് ഇതെന്തോ വലിയ സംഭവമാണെന്ന് വിചാരിച്ചാൽ അതും അങ്ങനെ തന്നെയാണ്. ഒരു അന്ധവിശ്വാസി ബൈബിളിൽ കമന്ന് കിടന്നിട്ട് ഇതെന്തോ വലിയ സംഭവമാണെന്ന് വിചാരിച്ചാൽ അതും അങ്ങനെ തന്നെയാണ്. ലോകത്തിലുള്ള ഏത് അന്ധവിശ്വാസവും അങ്ങനെയാണ്. അതിനപ്പുറത്ത് ഇതിന് മാത്രമായിട്ട് ഒരു സവിശേഷതയുമില്ല. അടുത്ത വാക്യം മുതൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടരാം.